ഹായ്, സ്ട്രക്ചർ ഓഫ് ആറ്റം NCERT എക്സസൈസ് ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 9 വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2.17. കാൽക്കുലേറ്റ് ദ വേവ് നമ്പർ ഫോർ ദ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ട്രാൻസിഷൻ ഇൻ ദ ബാൽമർ സീരീസ് ഓഫ് അറ്റോമിക് ഹൈഡ്രജൻ. അറ്റോമിക് ഹൈഡ്രജൻ്റെ കേസിൽ ബാൽമർ സീരീസിൽ വെച്ചിട്ടുള്ള ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ട്രാൻസിഷൻ്റെ വേവ് നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം വേവ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ it is nu bar is equal to 1.09677 into 10 raised to 7 into 1 by n1 square minus 1 by n2 square meter inverse. ഇനി നമുക്ക് വേണ്ട കാര്യം ഈ ഇക്വേഷനകത്തുള്ള n1നും n2നും നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുമെന്നുള്ളതാണ്. ഈ രണ്ട് വാല്യൂസിനും എന്ത് കൊടുക്കണം എന്നുള്ളതിൻ്റെ ഹിൻസ് നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നെയുണ്ട്. n1 വാല്യൂവിനെ കുറിച്ച് മനസ്സിലാക്കാൻ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ബാൽമർ സീരീസ് എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് പഠിക്കാനുള്ള 6 സീരീസുകളുണ്ട്, അറിഞ്ഞിരിക്കേണ്ട 6 സീരീസ്. അതിൽ ഒന്ന് ലൈമാൻ സീരീസ്, ബാൽമർ സീരീസ്, പാഷൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ഫൺ സീരീസ് ആൻഡ് ഹംഫ്രി സീരീസ്. ഇതിൽ ഓരോന്നിൻ്റെ കേസിലും ഞാൻ ഈ പറഞ്ഞ ഓർഡറിൽ n1 വാല്യൂ 1 മുതൽ 6 വരെ വരും. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ബാൽമർ സീരീസിൻ്റെ കേസിൽ അയാളുടെ n1 വാല്യൂ എന്ന് പറയുന്നത് അത് 2 ആയിരിക്കും. n1 വാല്യൂ ഇസ് 2 ഫോർ ബാൽമർ സീരീസ്. ഇനി n2 വാല്യൂവിനെ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ പറഞ്ഞിരിക്കുന്നത് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ട്രാൻസിഷൻ എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലാംഡയുടെ വാല്യൂ മാക്സിമം ആയിരിക്കണം. ലാംഡയുടെ വാല്യൂ മാക്സിമം ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, from the Planck's quantum theory, E is equal to hc by lambda, which means ഇവിടെ എനർജിയും ലാംഡയും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിനർത്ഥം എനർജി മിനിമം ആകുമ്പോഴാണ് ലാംഡ മാക്സിമം ആവുക. എന്ന് വെച്ചാൽ ഇവിടുത്തെ കേസിൽ ലോങ്ങസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം ആണല്ലേ. സോ ലാംഡ മാക്സിമം ആവണമെങ്കിൽ അതിനർത്ഥം അവിടെ എനർജി എന്തായിരിക്കും? മിനിമം ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഇലക്ട്രോണ് നിലവിൽ n=2 നിൽക്കുന്നത്. n=2 എന്ന് പറയാൻ കാരണം അത് ബാൽമർ സീരീസ് ആണ്. നമുക്ക് എന്ത് പറയാം? n=2 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, വിച്ച് മീൻസ് അതിൻ്റെ n1 വാല്യൂ എത്രയാണ്? 2 ആണ്. ഇനി അടുത്തത്, നിലവിൽ ഇയാൾക്ക് എങ്ങോട്ടെല്ലാം പോകാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇയാൾക്ക് n=2 എത്ര ലെവലിലേക്ക് വേണമെങ്കിലും പോകാൻ വേണ്ടി പറ്റും. അതിൽ ഏത് ട്രാൻസിഷനാണ് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എനർജി കുറവുള്ളതായിരിക്കും ലാംഡ മാക്സിമം ഉണ്ടാവുക. കാരണം ഇവിടെ n=2ൽ നിന്ന് n=3ലേക്ക് പോവാം, 4ലേക്ക് പോവാം, അപ് ടു അങ്ങനെ n=ഇൻഫിനിറ്റി വരെ പോകാൻ പറ്റും. അപ്പോൾ ഈ കേസിൽ n=2 നിന്ന് n=3ലേക്ക് പോകുമ്പോഴാണ് എനർജി ഗ്യാപ്പ് കുറവ് വരിക. എനർജി കുറവാണെങ്കിൽ അവിടെ എന്ത് കൂടുതലായിരിക്കടാ? ലാംഡ മാക്സിമം ആയിരിക്കും. സോ n=3 ആയിരിക്കും ഇവിടുത്തെ കേസിൽ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ട്രാൻസിഷൻ കിട്ടുന്നത്. സോ n2ന് വേണ്ടി നമുക്ക് എത്ര കൊടുക്കാം? 3 എന്ന് കൊടുക്കാം. ആൻഡ് ഒബ്വിയസ്ലി നമുക്ക് ഈ രണ്ട് വാല്യൂസും കിട്ടിയെങ്കിൽ you can directly go for the wave number. സോ ഞാനിവിടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആൻഡ് വി ഹാവ് ന്യൂ ബാർ ഈസ് ഈക്വൽ ടു 1.09677 ഇൻറ്റു 10 raised to 7 ഇൻറ്റു 1/2 square minus 1/3 square. And it will become 1.09677 into 10 raised to 7. നമ്മളതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ we will get 5/36 and the final answer will become 1.5236 into 10 raised to 6 meter inverse. So this is the answer. അവർക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. എങ്ങനെ? ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ട്രാൻസിഷൻ എന്നിരിക്കുകയാണ് അല്ലേ. നമുക്കത് നേടണമെങ്കിൽ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ആവാം. ഷോർട്ടസ്റ്റ് ആണെങ്കിൽ മനസ്സിലാക്കുക എനർജി മാക്സിമം ആയിരിക്കും. എപ്പോഴും എനർജി മാക്സിമം ആവുക? നിലവിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത്. അപ്പം അങ്ങനെ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിട്ട് വേണം n2 വാല്യൂ കൊടുക്കാൻ. ഓക്കെ, സോ നൗ വി ക്യാൻ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2.18. What is the energy in joules required to shift the electron of the hydrogen atom from the first Bohr orbit to the fifth Bohr orbit? ഞാൻ അവിടെ നിർത്തുകയാണ്, ബാക്കി ഞാൻ വായിക്കാം. സോ അവർ പറഞ്ഞിരിക്കുന്ന കേസിൽ നമ്മുടെ ഇലക്ട്രോൺ നിൽക്കുന്നത് n=1ലാണ്. അതാണ് ഫസ്റ്റ് ബോർ ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n=1 ആണ്. ആൻഡ് ആ ഇലക്ട്രോൺ പോകേണ്ടത് എങ്ങോട്ടാണ്? n=5ലേക്കാണ്. സോ ഞാനിവിടെ n=5 എന്ന് കൊടുത്തു. ചോദ്യം എന്താ? n=1ൽ നിൽക്കുന്ന ഒരു ഇലക്ട്രോണിന് n=
5ലേക്ക് പോകണം. അങ്ങനെ പോകണമെങ്കിൽ അയാൾക്ക് എത്ര എനർജി അബ്സോർബ് ചെയ്യേണ്ടി വരും? അതല്ല ചോദിക്കുന്നത്. കാരണം എന്തായാലും ലോവർ എനർജി ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക് ഹയർ എനർജി ലെവലിലേക്ക് പോകണമെങ്കിൽ ഇറ്റ് ഷുഡ് അബ്സോർബ് സം എനർജി അബ്സോർബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഒരു എനർജി ഗ്യാപ്പ് കണ്ടുപിടിച്ചാൽ നമ്മുടെ ഉത്തരം കിട്ടും. ഓക്കെ, അഥവാ n=1ൻ്റെയും 5ൻ്റെയും ഇടയിലുള്ള എനർജി ഗ്യാപ്പ് കണ്ടുപിടിക്കുക, അഥവാ ഡെൽറ്റ ഇ കണ്ടുപിടിച്ചാൽ പോരെ. The equation is delta E is equal to 2.18 into 10 raised to minus 18 into 1 by n initial square minus 1 by n final square joules. ഓക്കെ, ഇത് ഞാൻ ജൂൾസ് തന്നെ എടുത്തിരിക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ ബാക്കിയായിട്ട് അവർ പറഞ്ഞത് അത് എർഗിലാണ്. നമുക്ക് എർഗ്സിലാണെങ്കിൽ 10 raised to minus 11 എന്നെടുക്കാം, ജൂളിലാണെങ്കിൽ 10 raised to minus 18 എന്നെടുക്കാം. because we know 1 joule is equal to 10 raised to 7 ergs ആണ്. അത് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ ഡയറക്റ്റ്ലി അവർക്ക് ആൻസർ വേണ്ടത് എന്തിലാണ്? ജൂൾസിലാണ്. സോ ഞാൻ ഇതിൽ തന്നെ എടുത്തു, ജൂളിൽ തന്നെയുള്ള ഇക്വേഷൻസ് എടുത്തിട്ടുണ്ട്. റെഡി. സോ നമുക്ക് എന്ത് വേണം ഇവിടെ? ഇനീഷ്യൽ വാല്യൂയും വേണം, ഫൈനൽ വാല്യൂ വേണം. ഇനീഷ്യലി എത്രയുള്ളത്? n=1ലാണ്. ഫൈനലി എത്രയാ? n=5ലാണ്. സോ ഡയറക്റ്റ്ലി നമുക്ക് അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടൂലേ? ഓക്കെ, സോ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. എന്താ വരിക? 2.18 into 10 raised to minus 18 into 1 by 1 square minus 1 by 5 square. So it will become 2.18 into 10 raised to minus 18 into 24 by 25. After cross multiplication നമുക്ക് അങ്ങനെ കിട്ടും. ഓക്കെ, അത്രയും ജൂൾസ് കിട്ടും. ആൻഡ് ഫൈനലി we will get the answer. It will become 2.09 into 10 raised to minus 18 joules എന്ന് കിട്ടും. സോ ഇതാണ് ഇതിൻ്റെ എനർജി. ആൻഡ് നമ്മുടെ പണി കഴിഞ്ഞിട്ടില്ല, ബാക്കി കൂടെ നമുക്കൊന്ന് വായിച്ച് നോക്കാം. എന്താണ് ബാക്കി ചോദ്യം? വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ് എമിറ്റഡ് വെൻ ദ ഇലക്ട്രോൺ റിട്ടേൺസ് ടു ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്? ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി വരെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ പറഞ്ഞ എന്താ? ഇലക്ട്രോൺ n=1ൽ നിന്ന് n=5ൽ പോയി നിൽക്കുവാണ്. സോ ഇലക്ട്രോൺ ഇവിടെ നിൽക്കണേ. നമുക്കറിയുന്നൊരു കാര്യം കൂടെ ഉണ്ട്, ഇലക്ട്രോൺ ഹയർ എനർജി ലെവലിൽ നിൽക്കുന്ന സമയത്ത് അയാൾക്ക് സ്റ്റെബിലിറ്റി കുറവായിരിക്കും. സ്റ്റേബിൾ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ച് താഴേക്ക് തന്നെ വരണ്ടേ? അപ്പോൾ തിരിച്ച് താഴേക്ക് വരണമെങ്കിൽ എത്ര എനർജി ആബ്സോർബ് ചെയ്തിട്ടാണോ അയാൾ മുകളിലേക്ക് പോയത്, അത്രയും എനർജി എന്ത് ചെയ്യണം? അയാൾക്ക് എമിറ്റ് ചെയ്യണം. സോ ഞാൻ പറയുന്ന കേസ് ഇവിടെ ഇയാൾക്ക് തിരിച്ചു വരണം. തിരിച്ചു വരണമെങ്കിൽ ഇറ്റ് ഹാസ് ടു റിലീസ് ദ എനർജി ഇൻ ദ ഫോം ഓഫ് റേഡിയേഷൻസ്. ആ റേഡിയേഷൻ്റെ വേവ് ലെങ്താണ് നമ്മുടെ ചോദ്യം. അപ്പം ഈ പുറത്തുവിട്ട റേഡിയേഷൻ്റെ വേവ് ലെങ്ത് ലാംഡ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. സോ അത് ബോർസ് ഫ്രീക്വൻസി റൂളിൽ നമ്മൾ ബോർ ആറ്റം മോഡലിൻ്റെ പോസ്റ്റ്ലേറ്റ്സിൽ പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു അല്ലേ? സോ ഞാൻ ആ ഇക്വേഷൻ ഒന്ന് എടുക്കണം ഇവിടേക്ക്. ആൻഡ് വി ഹാവ് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു h nu and which can be written as hc by lambda. and ഇവിടെ ലാംഡ എത്ര വരിക? ലാംഡ ഈക്വൽ ടു hc by delta e എന്നെടുത്തൂടെ? and we know the value of hc is simply ഞാൻ 2 into 10 raised minus 25 എന്ന് എഴുതണം. നമ്മൾ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. and now we got the value 2.09 into 10 raised to minus 18 joules. So on dividing this one we will get 9.50 into 10 raised to minus 8 meters. ഈ 9.50 നമ്മൾ 950 ആക്കിയാൽ ഇത് 10 raised to minus 10 ആയിട്ട് മാറുമല്ലോ. and will become ഇങ്ങനെ 10 raised to minus 10 meter നമുക്ക് എന്ത് എഴുതാം? 1 ആങ്സ്ട്രോം എന്ന് കൊടുത്തൂടെ? സോ ഇറ്റ് വിൽ ബിക്കം 950 ആങ്സ്ട്രോം. നമുക്ക് അങ്ങനെയും ആൻസർ ചെയ്യാം. സോ നല്ലൊരു ചോദ്യമാണിത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എനർജീൻ്റെ ചേഞ്ച് നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ അതിന് ശേഷം അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? അവിടുത്തെ ലാംഡ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. Now we can go for the next question. 2.19. The electron energy in hydrogen atom is given by En is equal to minus 2.18 into 10 raised to minus 18 by n square joules. Calculate the energy required to remove an electron completely from the n=2 orbit. What is the longest wavelength of light in centimeters that can be used to cause this transition? സോ നമ്മുടെ ക്വസ്റ്റിന് 2 പാർട്ടുണ്ട്. ഫസ്റ്റ് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം കാൽക്കുലേറ്റ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ കംപ്ലീറ്റ്ലി എന്നുള്ളതാണ്. അതിനർത്ഥം ആ ഇലക്ട്രോൺ നിലവിൽ നിൽക്കുന്ന എനർജി ലെവലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലേക്ക് നമ്മൾ പറഞ്ഞേക്കണം.
എന്ന് വെച്ചാൽ നിലവിൽ നമ്മുടെ ഇലക്ട്രോൺ നിൽക്കുന്നത് n ഈക്വൽ ടു 2ലാണ്. സോ അതിനർത്ഥം ഇനീഷ്യൽ വാല്യൂ n-ൻ്റെത് 2 ആണ്. ആൻഡ് അവർ പറഞ്ഞത് റിമൂവ് ആക്കണം എന്നാണ്, വിച്ച് മീൻസ് അതിൻ്റെ n ഫൈനൽ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. നമുക്കിനി എന്ത് ചെയ്യാം? നേരത്തെ ഉപയോഗിച്ച അതേ ഇക്വേഷൻ കൊടുക്കാം. വാട്ട് ഈസ് ഡെൽറ്റ ഇ ഇക്വേഷൻ? ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു 2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 1/n ഇനീഷ്യൽ സ്ക്വയർ മൈനസ് 1/n ഫൈനൽ സ്ക്വയർ, അത്രയും ജൂൾസ് കിട്ടും. ആൻഡ് നമ്മൾ ഡയറക്റ്റ്ലി ഇനീഷ്യലും ഫൈനലും കൊടുത്തു. then 2.18 into 10⁻⁻18 into 1/2 സ്ക്വയർ, ഇനീഷ്യൽ 2 വാല്യൂ അല്ലേ, ഇനീഷ്യൽ വാല്യൂ 2 അല്ലേ, സോ നമുക്ക് 2 സ്ക്വയർ കൊടുക്കാം ബൈ 1/∞ സ്ക്വയർ. ആൻഡ് ഓബ്വിയസ്ലി ഈ പറയുന്ന ഭാഗം ഇൻഫിനിറ്റി സ്ക്വയർ എന്താ, 1/∞ സ്ക്വയർ വിൽ ബിക്കം 0, ഇത് 0 ആയിട്ട് മാറും. അത്രയും നമുക്ക് ജൂൾസിൽ കിട്ടും ആൻസർ. ആൻഡ് നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ കൊടുക്കുകയാണെങ്കിൽ 2.18 ഇൻറ്റു 10⁻⁻18 into 1/4 joules. And last you will get the answer 0.545 into 10⁻⁻18 joules. Or we can write it as 5.45 into 10⁻⁻19 joules. So ഇതാണ് നമുക്ക് വേണ്ട എനർജി. അപ്പോൾ ഇത്രയും എനർജി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇലക്ട്രോണിനെ n ഈക്വൽ ടു 2വിൽ നിന്ന് പുറത്തേക്ക് അഥവാ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഇനി ബാക്കി ചോദ്യം എന്താ? വാട്ട് ഈസ് ദ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു കോസ് ദിസ് ട്രാൻസിഷൻ? അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന കാര്യം ഈ ഒരു ട്രാൻസിഷൻ നടത്താൻ വേണ്ടിയിട്ട് വേണ്ട ലൈറ്റിന് എത്രയാണ് മാക്സിമം ആയിട്ടുള്ള വേവ് ലെങ്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നേരത്തെ ഉപയോഗിച്ച അതേ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡയാണ്. ആൻഡ് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ഡെൽറ്റ ഇ. ആൻഡ് ഡയറക്റ്റ്ലി നമ്മൾ വാല്യൂ കൊടുക്കുകയാണ് 2 ഇൻറ്റു 10⁻⁻25 ഡിവൈഡഡ് ബൈ 5.45 into 10⁻⁻19. So by doing this we will get the answer as 3.647 into 10⁻⁻7 meters. സോ നമുക്കറിയുന്ന കാര്യം 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെൻറ്റിമീറ്റേഴ്സ് അല്ലേ. സോ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിനെ 100 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, അഥവാ 10⁻2 കൊണ്ട് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ വി വിൽ ഗെറ്റ് ദ ആൻസർ ഇൻ സെൻറ്റിമീറ്റേഴ്സ് 3.647 into 10⁻⁻5 centimeters. Okay, so this is the answer. Ready? Okay, thank you.